ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യം റൈനോപ്ലാസ്റ്റി, നമ്മുടെ മൂക്കിന്റെ ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന അതിന്റെ ബേസിക് പ്രൊസീജിയർ എന്താ, വാട്ട് ഡു യു സജസ്റ്റ് ടു ദി പേഷ്യൻസ്? കാരണം എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഈ നമ്മൾ ബ്രീത്തിങ്ങിലൊക്കെ ചേഞ്ച് നമുക്ക് വരില്ലേ? സോ എങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊസീജിയർ? മൂക്കിന് നമ്മുടെ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന കംപ്ലൈൻറ്റ് പറയുന്ന മൂക്കിന്റെ വലിപ്പം കൂടുതലായിട്ടാണ്. അപ്പം വലിപ്പം കൂടുതലായിട്ട് അവർ മോസ്റ്റ്ലി വരുന്നതെന്ന് വെച്ചാൽ മൂക്കിന് ഹംപ് നോസായിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അവരുടെ പാലം മൂക്കിനെ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സെപ്റ്റം എന്ന് പറയും. ആ പാലത്തിൽ ചിലപ്പം ഒരു വളവ് ഉണ്ടാകും, അതുകൊണ്ട് ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകും. അപ്പോൾ മൂക്കിൻ്റെ ഭംഗി ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രൊസീജിയറാണ് റൈനോപ്ലാസ്റ്റി. അതിൻ്റെ കൂടെ തന്നെ പാലത്തിൻ്റെ കറക്ഷനും കൂടെ ചെയ്യുമ്പോൾ സെപ്റ്റോപ്ലാസ്റ്റി എന്ന്. അപ്പം ഇത് രണ്ടും കൂടെ നമുക്ക് ചെയ്യുമ്പം അതിൻ്റെ ഭംഗിയും ഇമ്പ്രൂവ് ചെയ്യാം, അതിൻ്റെ ഒരു ഫങ്ഷണൽ ബ്രീതിങ് ആസ്പെക്റ്റും ബെറ്റർ ആക്കാൻ സാധിക്കുന്നതാണ്. ചിലരുടെ മൂക്കിൻ്റെ പാലത്ത് ചിലപ്പോൾ ഒരു കുഴിഞ്ഞിരിക്കുന്ന പോലെ. അപ്പം അതിന് കുറച്ച് സൈസൊക്കെ കൂട്ടി കുറേ കൂടെ ഒരു നോർമൽ ബെറ്റർ അപ്പിയറൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ താഴത്തെ ടിപ്പിൻ്റെ കംപ്ലയിൻസ് അധികം വരും. ചിലരുടെ ടിപ്പ് വളരെ വലുതായിട്ടുള്ള ഇപ്പോൾ ബോക്സി നോസ് ഓർ ബൾബസ് നോസ് ടിപ്പ് എന്ന് പറയും. അപ്പോൾ അതിനൊക്കെ ചെറുതാക്കിയിട്ട് കുറേ കൂടെ നല്ല അപ്പിയറൻസ് കൊടുക്കാൻ പറ്റും. വീതി ചിലരുടെ കൂടുതലുണ്ടെങ്കിൽ അതിനെ കുറച്ച് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ദീസ് ഓൾ പ്രൊസീജിയേഴ്സ് ഒരു റൈനോപ്ലാസ്റ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്.